ഹലോ ഡിയേഴ്സ്, നമുക്ക് ഇഷ്ടം മാത്രം പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇഷ്ടം മാത്രം നമ്മൾ ഇനി അറിയേണ്ടത് നമ്മുടെ ചിപ്പിമോൾ ആർക്കൊപ്പം നമ്മുടെ മഹേഷിന്റെയും ഇഷിതയുടെയും കല്യാണം കഴിഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ കുറെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ ഇഷിതയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. എന്തായാലും ആ ഒരു കല്യാണം നടന്നു കിട്ടി. ഇനി നമ്മുടെ ചിപ്പിമോൾ ആർക്കൊപ്പം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ കൂട്ടുകാരെ. അപ്പൊ അതിനുള്ളൊരു ഉത്തരം ഇന്നത്തെ പ്രൊമോയിൽ വന്നിരിക്കുകയാണ് പ്രേക്ഷകരെ. വേറൊന്നും നമ്മുടെ ചിപ്പിമോള് താമസിക്കാൻ പോകുന്നത് നമ്മുടെ മഹേഷിന്റെയും ഇഷിതാമ്മയ്ക്കൊപ്പം തന്നെയാണ് പ്രേക്ഷകരെ. അതിൽ വമ്പൻ ട്വിസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എപ്പിസോഡ് എന്തെങ്കിലും നമ്മുടെ രചനാമയ്ക്കൊപ്പം പോകണമെന്നാണ് നമ്മുടെ ചിപ്പിമോൾ പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷെ ആ ഒരു വിധി വരുമ്പോൾ ഇവർക്കൊപ്പം നമ്മുടെ ചിപ്പിമോൾ പോകണമെന്നാട്ടോ വിധി വരുന്നത്. അതിനിടയിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ചിപ്പിമോൾ വേണമെങ്കിൽ രഹസ്യമായിട്ട് ജഡ്ജി ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ്, എന്നെ പേടിപ്പിച്ചത് കൊണ്ടാണ് രചനാമ്മയ്ക്കൊപ്പം പോകണമെന്ന് പറഞ്ഞത്. അതിനുശേഷം മോളുടെ മനസ്സറിഞ്ഞപ്പോൾ നമ്മുടെ എന്താ പറയുക ജഡ്ജി വിധി മാറ്റിയതാകാം അല്ലേ കൂട്ടുകാർ. എന്തായാലും അവിടെ ഭയങ്കര തിരിമറിയും എന്താ പറയുക ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ ഇങ്ങനെ ഭയങ്കര ടെൻഷനിൽ നിർത്തിച്ചിട്ട് ലാസ്റ്റാണ് നമ്മളൊക്കെ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര സന്തോഷം തന്നെ ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ. അപ്പൊ നമ്മുടെ രചന വന്ന് നമ്മുടെ ഇഷ്ടയെ കുറെ വെല്ലുവിളിക്കുന്നുണ്ട്. എടി നീ അങ്ങനെ ചെയ്തല്ലേ, തോളത്ത് കൈയിട്ട് നടന്നിട്ട് നീ എന്നെ ചതിച്ചല്ലേ എടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹേഷിന്റെ അമ്മ, നമ്മുടെ അമ്മായിയമ്മ വന്നിട്ട് കുറെ രചനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവളെന്റെ മരുമകളല്ല മകളാണ്, ഇവൾക്കെതിരെ എന്തെങ്കിലും നീ നീങ്ങിയാല് നിന്നെ ഞാനായിരിക്കും കൊല്ലാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹേഷിന്റെ അമ്മ ഭയങ്കര ഡയലോഗ് അടിക്കുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിലും പ്രൊമോയിലൊക്കെ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് സന്തോഷമായി അല്ലേ, നമ്മുടെ ഇഷിതയും മഹേഷും ഒന്നിച്ചു. അതിനുശേഷം ദാ ഇപ്പോൾ നമ്മുടെ ചിപ്പിമോൾ നമ്മുടെ ഇഷിതയ്ക്കും മഹേഷിനും ഒപ്പം വരാൻ പോകുന്നു അല്ലെ. അപ്പൊ ഇനി എന്തൊക്കെയാകും നടക്കാൻ പോകുന്നത്? ഇനി കുറെ ദുരന്തങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. നമ്മുടെ ഇഷിതയുടെ അറസ്റ്റ് വരും. ഇനി ഇഷിതയെ എങ്ങനെ പുറത്തിറക്കും, പിന്നെ ഇഷിതയെ നമ്മുടെ ഇങ്ങനെ ഇപ്പൊ ചിപ്പിമോള് എന്താ പറയാ കൈവിട്ട് പോയതാണ് നമ്മുടെ രചനയും ആകാശം വെറുതെ ഇരിക്കില്ല. അവരും എന്തെങ്കിലുമൊക്കെ നല്ല പണി കൊടുക്കാൻ ശ്രമിക്കും. ഇതിൽ നിന്നൊക്കെ ഇവരെങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലേ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ. അപ്പൊ ഇതുപോലത്തെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഗുഡ് ബൈ.